ഇന്ന് ശനിയാഴ്ച ആട്ടോ. അപ്പൊ നമ്മള് കോസ്കോയിലോട്ട് പോവാണേ. എന്തോ വാങ്ങിക്കാന്? ഫ്രൂട്ട്സ്. നമ്മൾ കോസ്കോയിൽ നിന്ന് ഫ്രൂട്ട്സ് ആണ് മെയിനായിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ മാത്രം ഇന്ന് ഓറഞ്ച്. മാംഗോ ദേവുവിന് മാംഗോ കേട്ടോ. പിന്നെ അപ്പായും മോളും ഇന്ന് വൈറ്റും ഇട്ടു. ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ, ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞല്ല. ഞാനും വൈറ്റ് ഇട്ടേനെ വരുന്നത് കേട്ടോ. എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതിനു മുന്നേ കോസ്കോയിലെ വീഡിയോസൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ചോദിക്കും കോസ്കോയിൽ പോകുന്ന വീഡിയോ ഇടാവോ എന്ന്. അപ്പം ഇന്ന് കോസ്കോയിൽ പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അതിന് മുന്നേ ഇപ്പോൾ ഉച്ചയായി കേട്ടോ. 1 മണി 1:45 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുവരെ ആണെങ്കിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം വെളിയിൽ നിന്ന് ഒരു ലഞ്ച് കഴിച്ചിട്ട് കോസ്കോയിലോട്ട് പോകാം. ദേവുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു റൈഡാണ് ഇത്. കണ്ടോ, ഈ റോഡ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പോട്ടോ. അപ്പം നല്ല രസമാണ്. നമ്മൾ ഈ റൈഡിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തത് പട്ടി കുരയ്ക്കുന്ന പോലെയാണ്. ഈ ഒരു വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് പറയണേ. കാർട്ടൂണിലൊക്കെ കാണിക്കത്തില്ലേ, എനിക്കൊന്ന് സ്കൂബിഡുവോ അങ്ങനെ എന്തോ ഏതൊക്കെയോ കാർട്ടൂണിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു വണ്ടി. അപ്പം അത് കണ്ടപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തു കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ കാണുന്നുണ്ട്. ഇത് കണ്ടു, ഇത് ഇവിടുത്തെ ഒരു അമ്യൂസ്മെന്റ് പാർക്കാട്ടോ, നമ്മുടെ വണ്ടർലയൊക്കെ പോലെ. പക്ഷെ അത്ര വലുതൊന്നുമല്ല, ചെറുത്. ഇത് കണ്ടോ, അവിടെ ഒരു മലയൊക്കെ കണ്ടില്ലേ, അതും ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണെങ്കിൽ ഇവിടുത്തെ പ്രീമിയം ഔട്ട്ലെറ്റ്സ് ആട്ടോ. അതായത് മറ്റേ ഡ്രസ്സും ഷൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഔട്ട്ലെറ്റ്സ്. മിക്കവാറും എല്ലാ കമ്പനികളും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുവാണ്, ഇതുകൊണ്ട് അവിടെ കാവ ഉണ്ടോ. കാവയുടെ തൊട്ടപ്പുറത്ത് ചിക്പോട്ട്ലെ എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. അതും ഏകദേശം സെയിം ആണ്. പക്ഷേങ്കിൽ ഫുഡൊക്കെ ഏകദേശം സെയിം ആണ്. പക്ഷെ നമുക്ക് കാവയാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് കാവയിൽ വന്നപ്പോഴാണെങ്കിൽ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ഗാർലിക് ചിക്കൻ ഷവർമ ബോള്. അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ അത് നോക്കാം, അതൊന്ന് കഴിച്ചു നോക്കാം കൊള്ളാവോ എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ മാത്രം അതാണ് ഓർഡർ ചെയ്തത്. ഹസ്ബൻഡ് അല്ലാതെ ഇഷ്ടമുള്ള രീതിയിൽ. ഇതിനകത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്ക് തന്നെ ചൂസ് ചെയ്യാമല്ലോ ബോൾ. അതുകൊണ്ട് ആൾ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്ത് കേട്ടോ. അപ്പം മോക്കാണെങ്കിൽ കിഡ്സ് മെനു ആയിരുന്നേ. കിഡ്സ് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ളതായിട്ട് അവരുടെ തരും. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ ക്യൂക്കുംബറും ഒനിയനും ഇഷ്ടം പോലെ ഇടാം, ചിക്കനും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഗിൽറ്റില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും, ഇത്രയും ഹെൽത്തി ആയതുകൊണ്ട് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സോസ് ഇവർ കൊടുക്കുന്നതെല്ലാം നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ അതെല്ലാം ചൂസ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ ബൗൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ ബൗള് ചിക്കൻ ഷവർമയായിരുന്നു കേട്ടോ. അതും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ബൗളാണ് കേട്ടോ. ഇത് അവർ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നതാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. കിഡ്സ് മീലിനകത്താണെങ്കിൽ റൈസും പിന്നെ ഒരു പീറ്റ ബ്രെഡും ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ അവൾ റൈസ് മാത്രമേ കഴിച്ചുള്ളൂ, റൈസും ചിക്കനും കൂടെ കഴിച്ചത്. ബ്രെഡ് അധികം കഴിച്ചില്ല കേട്ടോ. കൊച്ചു പിള്ളേർക്ക് പെട്ടെന്ന് വയറ് നിറയും അത് കഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഫുള്ള് കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കോസ്കോയിൽ എത്തിയിട്ടുണ്ട്. നല്ല കട്ട വെയിലാണ് ഇപ്പം. നല്ല വെയിലായതുകൊണ്ട് തന്നെ ദേവുവിനെ അങ്ങ് പാർക്കിങ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കോസ്കോയിൽ. അപ്പം നമ്മൾ കുറേ ദൂരെ ആയിരിക്കും ഇടുന്നത്. അപ്പം ദേവു അത്രയും ദൂരം നടന്ന് വരുമ്പോഴത്തേക്ക് ക്ഷീണിക്കും. അതുകൊണ്ട് എന്നെയും മോളെയും കൂടെ ആ പടിക്കൽ ഇറക്കി ഇട്ടിട്ട് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. അത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോരോ എന്താ പറയുന്നത് കുരുത്തക്കേടും ചെയ്തുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ.
അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ചെന്ന് കേട്ടോ. ഈ ഒരു ഓറാ റിങ്ങിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്മാർട്ട് വാച്ച് പോലെ ഒരു സ്മാർട്ട് റിങ് കേട്ടോ. അതിൻ്റെ വില 349 ഒരെണ്ണമുണ്ട്, പിന്നെ 399 ഒരെണ്ണമുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മുടെ സ്ലീപ്പും ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ടൈപ്പ് ഹെഡ്സെറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ഹെഡ്സെറ്റ് അല്ലാതെ കുറേ വെറൈറ്റി മോഡൽസ് വന്നിട്ടുണ്ടായിരുന്നു. ഹെഡ്ഫോണ് അതൊക്കെ കുറേ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കോസ്കോയിൽ വന്നിട്ട് നോക്കുക. അത് നല്ലതാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ലാഭം മറ്റുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ. ഹെഡ്ഫോണോ വാങ്ങിക്കട്ടെ? ഇത് വാങ്ങിക്കട്ടെ അമ്മ? അതാണോ ഇഷ്ടം? ഇത് അതിലും ബിഗ്ഗാ. വാങ്ങിക്കട്ടെ? അതെന്താ? ഇത് ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ട്. സ്റ്റാർ വാങ്ങിക്കണോ? ഇത് കണ്ടോ വേറെ കളർ. ഇത് നോക്ക്, ഇത് കണ്ടോ സ്നോയുടെ ക്രിസ്മസ് ട്രീ കണ്ടേ? ഇത്തവണ പോയപ്പോഴാണെങ്കിൽ ഈ ഒരു ഡ്രോണ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫ് ആണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു എന്താ പറയുക, ഒരു ഗ്രില്ല് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു സംഭവമാണ്. അപ്പം നമുക്ക് അഥവാ വീണാൽ ഒടിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു ഡ്രോണായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. പിന്നെ ആണെങ്കിൽ കുറേ ഈ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലേ സ്റ്റേഷൻ ഉണ്ടല്ലോ, PS5. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അതിൻ്റെ കുറേ വേരിയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ വേരിയൻറ്റ് നല്ല കോസ്റ്റ്ലി ആണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത്തവണ അത് വാങ്ങിക്കാനും പറ്റും. അടുത്തത് കണ്ടത് ഈ വീഡിയോ ഗെയിംസ് ആട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ കുറച്ച് ഒരു 10 ഇയർ ഒക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഗെയിം. പിന്നെ ഇതാണെങ്കിൽ മിനി ഫോട്ടോ പ്രിൻ്ററാണ്. നല്ല ക്യൂട്ടല്ലേ, പിങ്ക് ഷെയ്ഡായിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ചെറിയ ചെറിയ പ്രിൻറ്റിങ് ഒക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ഈ വീട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സാധനങ്ങളുടെയൊക്കെ ഇതൊക്കെ പേരൊക്കെ എഴുതാനൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ക്യാമറകളൊക്കെ ഉണ്ടല്ലോ, ഡിജിറ്റൽ ക്യാമറകളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റം. ഇത്തവണയാണ് ഞാൻ ഇത്രയും ഐറ്റംസ് കണ്ടത്. കഴിഞ്ഞ തവണ ഇത്രയും ഞാൻ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അല്ലാത്ത എന്താ പറയുന്ന പോളറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പം തന്നെ പ്രിൻ്റ് വരത്തില്ലേ നമ്മുടെ ഫോട്ടോ, അതും നന്നായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് എത്രയോ $129 എന്തോ ആയിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട്. കുറേ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം കുട്ടികൾക്ക് കുറേ പുതിയ ടോയ്സ് വന്നിട്ടുണ്ട് കോസ്കോയിൽ. ഇത് കണ്ടില്ല, മൊവാനയുടെ എന്താ ഫാമിലി പോലത്തെ, അതൊരു കാർട്ടൂൺ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഫാമിലി. അതുകൂടാതെ ഈ ഡിസ്നി വേൾഡിൽ തന്നെ കുറേ വേറെ ഉണ്ടല്ലോ, ഫ്രോസൺ അങ്ങനത്തെ കുറേ, ബാർബിയുടേത്, അതൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ വേറെയും കുറേ, അതായത് നമ്മുടെ ഈ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ ക്ലേ മോഡലൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനത്തെ കുറേ ഐറ്റംസ്. പിന്നെ അതുപോലെ തന്നെ ഈ മൊവാനയുടെ മൊവാന മാത്രമായിട്ടുള്ളത്, ഈ ഒരു ബ്ലൂ കളർ, അതിൻ്റെ പേരാണ് അയ്യോ ഞാൻ പേര് മറന്നുപോയല്ലോ, സോറി, അതിൻ്റെ പേരാണ് സ്റ്റിച്ച് എന്ന് പറഞ്ഞത്. സ്റ്റിച്ച് വന്നു. പിന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡിട്ടുള്ള ഈ ഒരു ഡ്രാഗൺ, അങ്ങനത്തെ കുറേ പിള്ളേർക്കുള്ളത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ കിച്ചൻ്റെ ഏരിയയിലാണ്. അപ്പോൾ ഇത്തവണ കിച്ചൻ്റെ ഏരിയയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം പഴയത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളായിരുന്നേ. പിന്നെ ഈ ഒരു ഐറ്റം പുതുതായിട്ട് വന്നിട്ട്, ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നാ കേട്ടോ, ഫുഡ് സ്റ്റോറേജ് സെറ്റ്. ഇത് ഇത്രയും സെറ്റിനും കൂടെ $69. അത്യാവശ്യം നല്ലതൊക്കെയാണ്. പുതുതായിട്ടൊക്കെ വീടൊക്കെ വെക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് വലിയ യൂസ്ഫുൾ ഇല്ല. ഇത് കണ്ടില്ല, ഇതും പുതിയതാണ് കേട്ടോ. ഈ ഒരു ജാറ്, ഗ്ലാസിൻ്റെ ജാറ്, വലിയ ജാറ്, നമുക്ക് അരി അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാം. ഇതിന് വലിയ വിലയില്ല, $27. ഇതൊക്കെ ദേവൂട്ടി സ്മോൾ കോഫി മഗ് ഉണ്ടോ? ഇതിലേക്കൂടെ കോഫി ഇട്ടിട്ടേ നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ചാൽ ചൂട് പോകത്തില്ല. കോഫി മഗ്ഗാ കണ്ടോ. ഇതിൻ്റെ കുറേ വന്നിട്ടുണ്ട്, പല കളേഴ്സ് കണ്ടോ.
പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളായിരുന്നു. ഫ്രെയിമൊക്കെ വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ക്യാൻഡിലാട്ടോ. പിന്നെ ഇതെന്തോ ഇത്? ഇത് ഇലക്ട്രിക് വൈൻ സെറ്റ്. വൈനൊക്കെ ഒഴിക്കാനും അതൊക്കെ സെർവ് ചെയ്യാനും വേണ്ടിയിട്ടാട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ കട്ടിംഗ് ബോർഡാണ്. ഈ വലിയ കട്ടിംഗ് ബോർഡ് ഇപ്പോൾ പുതുതായിട്ട് വന്നു കേട്ടോ. ഇത് വലിയത് ബാർബിക്യൊക്കെ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതുണ്ടല്ലോ, ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് ആട്ടോ. നമുക്ക് തുണിയൊക്കെ മടക്കി വെച്ചിട്ട് കൊണ്ടുപോകാനും ഒക്കെ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇത് നോക്കും, ഇതിന് എത്രയാണെന്നറിയാവോ? ഇതിന് $15. ഷർട്ട് ഇതാ ഇങ്ങനെ വരും, കണ്ടോ? ഇതിൻ്റെ ഏതൊക്കെ കളറുണ്ടെന്നറിയാമോ? ഈ കളറ്, ഇത് കൊള്ളാം കേട്ടോ. ഈ കളറ്, ഇത് വൈറ്റ്. ഇത്തരത്തിലെ ജോഗേഴ്സ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായത് ഉണ്ട്. ഇതിന് 2 കളറുണ്ട്. രണ്ടല്ല 3. ബ്ലാക്ക്. ഇത് കണ്ടോ ഈ ഷർട്ട്? നോക്ക്, നല്ല ഭംഗിയില്ലേ? നോക്ക്. ദേവുനെ കടിച്ചേ. ദേവുനെ വെച്ച് നോക്കട്ടെ അമ്മ. കൊള്ളാവോ? കൊള്ളാവോ? ഇത് നോക്ക്. ഫൈറ്റ്. പ്രിൻസസ്. നിക്ക് നോക്കട്ടെ വെക്കട്ടെ അമ്മ. എടാ ഇത് നോക്കടാ. ഈ ഡ്രസ്സ് ദേവുന് എടുത്തല്ലേ? ചുമപ്പ്. തരാ. ദേവുന് ആ ഒരു ബ്ലൂ കളർ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവസാനം അതെടുത്ത് ട്രോളിയിലിട്ട് കേട്ടോ. പക്ഷെ ഞങ്ങളത് എടുത്തില്ല. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും ഡ്രസ്സിന് നോക്കാമെന്ന് വെച്ചു. കാരണം ഇപ്പം October 31 ഹലോവിൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു ഡ്രസ്സ് വാങ്ങിക്കണം. അപ്പം അപ്പോഴത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുടെ കുറേ കളക്ഷൻസ് ഈ ഹലോവിനൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറേ വന്നിട്ടുണ്ട്. എന്നാലും ഇവരുടെ സ്കൂളിലാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഹലോവിൻ്റെ സമയത്ത് ഒരു ഫാൻസി ഡ്രസ്സ് പോലെ എല്ലാ കുട്ടികളും ഒരുങ്ങി വരണം. അപ്പം അന്നത്തേക്ക് നമുക്കൊരു നല്ല കോസ്റ്റ്യൂം കണ്ടുപിടിച്ച് ദേവുവിന് ഇടിക്കണമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ സത്യത്തിൽ കോസ്കോയിൽ വരുന്നത് തന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ കുറച്ച് നമുക്ക് വില കുറവായിട്ടൊക്കെ തോന്നുന്നത് കോസ്കോയിൽ. പിന്നെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നാരങ്ങ ഞങ്ങൾക്ക് നല്ല ചിലവുള്ള ഒരു സംഭവം കേട്ടോ. ആൾക്ക് ഇടയ്ക്ക് നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പിഴിയാനും ഒക്കെ സാലഡിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നാരങ്ങ കുറച്ചേറെ വാങ്ങിക്കും. പിന്നെ ഇപ്പം ഹലോവിൻ തുടങ്ങിയത് കൊണ്ട് തന്നെ എല്ലായിടത്തും പംകിനാണ് കേട്ടോ. ഹലോവിൻ എന്ന് പറഞ്ഞാൽ തന്നെ പംകിനും പിന്നെ നമ്മുടെ ഗോസ്റ്റിന്റെ ഡ്രസ്സും അതിന്റെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അങ്ങനത്തെ ഇനിയിപ്പോൾ ഒരു 2-3 മാസത്തേക്ക് ഫുള്ള് എല്ലായിടത്തും ഇതുപോലെ നല്ല ഓറഞ്ചും വൈറ്റും ഒക്കെയുള്ള പംകിനായിരിക്കും ഉള്ളത് കേട്ടോ. പിന്നെ ആണെങ്കിൽ കോസ്കോയിൽ വരുമ്പോൾ നമുക്ക് അവകാഡോ നല്ലത് കിട്ടും കേട്ടോ. അത് പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ 6 എണ്ണം ഉള്ള ഒരു പായ്ക്കായിരിക്കും അത്. പക്ഷെ നമ്മളത് കഴിക്കും, എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. എല്ലാം ഒരുമിച്ചായിരിക്കും പഴുക്കുന്നത്. പിന്നെ അവകാഡോ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വൺസ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ അത് വെളിയിൽ വെക്കാൻ പാടില്ല. അപ്പം തന്നെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറും. സീസൺ ഉള്ള സമയത്താണെങ്കിൽ ഇവിടെ നല്ല കിവി കിട്ടും കേട്ടോ. പക്ഷെ സീസൺ അല്ലാത്ത സമയത്ത് ഇവിടുന്ന് കിവി ഒന്നും വാങ്ങിക്കൽ വളരെ മോശമായിരിക്കും. പിന്നെ ആണെങ്കിൽ പ്ലംസും നല്ലതായിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. നോക്കിയെടുക്കാനും മറക്കല്ല. ചിലത് ഭയങ്കര പഴുത്തായിരിക്കും. പഴുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അമങ്ങുന്ന ടൈപ്പായിരിക്കും. ചിലത് കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിലും കിട്ടും. പിന്നെ ഞങ്ങളും ഇവിടുന്ന് വേറെ ഫ്രൂട്ട്സ് എന്തോ എടുക്കുന്നത് വെച്ചാൽ ആപ്പിളായിരുന്നു കേട്ടോ. ഇത്തവണ കുറേ വെറൈറ്റി ആപ്പിൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഓർഗാനിക്കിൽ നോക്കിയപ്പോൾ കുറേ ആപ്പിളിനകത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ഈ ഡോട്ടായിട്ട് ബ്ലാക്ക് ഡോട്ട്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ നോക്കി ഞങ്ങൾ അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ബോക്സ് അല്ല, ഒരു കവർ നമ്മൾ എടുത്തായിരുന്നു. അത് നോക്കി എടുക്കണം കേട്ടോ എപ്പോഴും.
പിന്നെ ഇവിടെ നല്ല കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ തണ്ണിമത്തങ്ങയായ ഇവിടെ ചെറുത് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഒരു പാക്കറ്റാണ്, 2 എണ്ണമുള്ള ഒരു തണ്ണിമത്തങ്ങയുടെ ഒരു സെറ്റ്. അത് നല്ലതാണ്. പക്ഷേ ഞാൻ വേറെ കടകളിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വലുതാണ്, അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പോലും പറ്റാത്ത അത്ര വലുതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് നല്ല കൺവീനിയൻസ് ആണ്. പിന്നെ മോക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തങ്ങ. പിന്നെ ഇതുപോലെ ഓർഗാനിക് പഴം ഞങ്ങൾ എല്ലായിടത്തുനിന്നും വാങ്ങിക്കും കേട്ടോ. പഴത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലായിടത്തും നല്ലതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ വന്നതുകൊണ്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സ്ഥലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ബ്ലൂബെറി, ബ്ലാക്ക്ബെറി അങ്ങനെയുള്ള ബെറീസ്, സാലഡ് ഐറ്റംസ്, പിന്നെ മഷ്റൂം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും എല്ലാം വെച്ചേക്കുന്നത്. നല്ല തണുത്ത സ്ഥലമാണ് കേട്ടോ, നല്ല തണുപ്പായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് മെയിനായിട്ട് എടുക്കുന്നത് സ്ട്രോബെറിയോ അല്ലെങ്കിൽ ബ്ലാക്ക്ബെറിയോ റാസ്ബെറി ഒക്കെയാണ് കേട്ടോ. ഇവിടുത്തെ സദ്യത്തിൽ ഒരു എന്താ പറയുക, സാധാരണ ഒരു ഫ്രൂട്ടാണ് അത്. അതായത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ബ്ലൂബെറി ഫാമും സ്ട്രോബെറി ഫാമും ഒക്കെ അടുത്താണ്. അപ്പോൾ അവർക്ക് ഇവിടെ കിട്ടുന്ന ഒരു ലോക്കൽ ഫ്രൂട്ടാണ് അത്. അതുകൊണ്ട് ഇവിടെ നല്ല എല്ലായിടത്തും അത് കിട്ടും. പിന്നെ ഞാൻ സീസർ സാലഡ് ഞാൻ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞില്ല എൻ്റെ ഡയറ്റിൻ്റെ സമയത്ത്, അത് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഈ ഒരു കവറാണ് ഞാൻ എടുക്കുന്നത്. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഡേറ്റ് എപ്പോഴും നോക്കണം കേട്ടോ. അത് പലതിലും പല ഡേറ്റ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഡേറ്റ് ഉള്ളത് എടുക്കണം, അതായിരിക്കും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ ചീരയാണേലും ഇവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ ബ്ലൂബെറി നല്ലതായിരുന്നു കേട്ടോ. ബ്ലൂബെറി ഓർഗാനിക്കിന് ഏകദേശം $9 ആയിരുന്നു. അത് നല്ല, ചിലപ്പോഴില്ലേ ബ്ലൂബെറി വാങ്ങിക്കുമ്പോൾ ചിലതൊക്കെ ഭയങ്കര അഴുക്കായിരിക്കും, നമ്മൾ എടുത്ത് വാഷ് ചെയ്യുമ്പോഴായിരിക്കും കുറേ അഴുക്കായിട്ട് കാണുന്നത്. പക്ഷെ ഇത്തവണത്തേത് നല്ലതായിരുന്നു, അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിച്ചു. ഇല്ലെങ്കിൽ നല്ലതല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കത്തില്ല. പിന്നെ ഇത്തവണ പോയപ്പോൾ സ്ട്രോബെറി ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ദേ ഈ ഒരു മുന്തിരിങ്ങയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ മുന്തിരിങ്ങ എടുക്കും കേട്ടോ. ഇതിപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്രയും ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നതെന്ന്. ഇത് ഏകദേശം ഒരു 2-3 ആഴ്ചത്തോളം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് ആയിരിക്കും കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഏത്തപ്പഴം ഇല്ല, ഏത്തപ്പഴം ഇവിടെ കിട്ടത്തില്ല. അതിന് പകരം നമ്മൾ ഇത് ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയ കായ ഇതുപോലെ കോസ്കോയിലും കടകളിലൊക്കെ കിട്ടും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതൊന്ന് ലൈറ്റ് ഓൺ ആക്കണം. അപ്പോഴത്തേക്ക് അത് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പഴുക്കും. പിന്നെ ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ കോസ്കോയിൽ. ഞാനിപ്പോൾ അത് വാങ്ങിക്കാത്ത കാരണം ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. പിന്നെ ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മീറ്റിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. മീറ്റിൻ്റെ സെക്ഷനിലാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. പിന്നെ കോസ്കോയിൽ വരുമ്പോൾ പതിവായിട്ട് ഇവർ ഈ ഓരോ സാധനങ്ങളുടെ ഡെമോ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ തരും കേട്ടോ. അത് പതിവായിട്ട് ഹസ്ബൻഡും മോളും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. എനിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഞാൻ കഴിക്കത്തില്ല കേട്ടോ. പക്ഷെ മോക്കും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. ഹസ്ബൻഡിന് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ പോയി ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തോ സോസേജോ അങ്ങനെ എന്തോ ഐറ്റംസാണ് കിട്ടിയത്, അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടില്ലായിരുന്നോ മലബാർ പൊറോട്ട, അത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മലബാർ പൊറോട്ട അത് ഞാൻ കുറേ നാൾ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ബൾക്കാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷെ അതിൻ്റെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വളരെ കുറവാണ്, 2 ആഴ്ചയോ അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് ഇത്രയും തീരണമെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും 1 മാസമെങ്കിലും 1-1.5 മാസം പിടിക്കും. അപ്പം ഞങ്ങൾ വാങ്ങിച്ചാലും വേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് വാങ്ങിക്കാത്തത്. അതുപോലെ ചിക്കൻ ടിക്ക മസാല ആയിട്ടൊക്കെ ഇവിടെ കിട്ടുമായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ പാല്, മുട്ട, പിന്നെ അതുപോലെ പാലിൻ്റെ പല ടൈപ്പ് പാലില്ലേ, അത് മുട്ടയൊക്കെ ഉള്ള സ്ഥലത്താണ് വന്നത്. ഇവിടെ ഞാൻ അങ്ങനെ കയറത്തില്ല, ഭയങ്കര തണുപ്പാണ്. നമ്മളെപ്പോഴും വാങ്ങിക്കുന്നത് ഈ മഞ്ഞ ഇതുള്ള മുട്ട അല്ല കേട്ടോ, വേറെ ഒരു ഓർഗാനിക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇത്തവണ ഇല്ലായിരുന്നു. നമ്മൾ A2-ൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, A2-ൻ്റെ. അതിനകത്ത് 3 എണ്ണം വരുന്നുണ്ട് പാല്, കുഴപ്പമൊന്നുമില്ല. ഇത് വോൾ മിൽക്കാണ്. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഫിറ്റ്നസ് അങ്ങനെ
സാധനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ്യൂസ്ഡ് ഫാറ്റും കിട്ടും. പിന്നെ ഇതാണ് ഞങ്ങൾ വാങ്ങിക്കുന്ന വെള്ളം കേട്ടോ. ഇവിടെ വെള്ളം നമുക്ക് ഒന്നെങ്കിൽ ഫിൽറ്ററിൽ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ക്യാനിൽ വാങ്ങിക്കണം കേട്ടോ. അപ്പം ഇവിടെ ഫിൽറ്ററിൻ്റെ കാര്യം അറിയത്തില്ല, കാരണം നമ്മൾ ഫിൽറ്ററിൻ്റെ നല്ലതാണോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ മോളൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതുപോലെ ക്യാനാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഈ ഒരു കമ്പനിയുടെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് വാട്ടർ ആണ്. ഇത് കുറച്ച് വില കൂടുതലാണ്, പക്ഷെ മോളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നല്ല വെള്ളം തന്നെ എടുക്കാമെന്ന് വെച്ച് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കോസ്കോയുടെ തന്നെ ഒരു ബ്രാൻഡ് ഉണ്ട്, ക്രിക്കിലാൻഡ്. അപ്പോൾ അതിൻ്റെ വെള്ളം ആയാലും വാങ്ങിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ അടുത്തെല്ലാം പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂൻ്റെ ഒക്കെ ഏരിയ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇവിടുന്ന് ബാത്റൂം ടിഷ്യൂ ഉണ്ടല്ലോ, അത് അതുകൂടെ ഈ തവണ തീർന്നു. കുറേ നാളിരിക്കും കേട്ടോ. ഇതിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളേക്ക് ഒത്തിരി ഉണ്ടെന്ന്. ഇതെനിക്ക് തോന്നുന്നു ഒരു 4 മാസത്തിൽ കൂടുതൽ, 4-5 മാസം വരെ ഉപയോഗിക്കാനുള്ളതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ബൾക്കായിട്ടുള്ളത് വാങ്ങിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഓറഞ്ച് ജ്യൂസ്. ഇത് നല്ല അടിപൊളിയാട്ടോ. നിങ്ങൾ ഈ ഒരു ബ്രാൻഡിൻ്റെ നോക്കി എടുത്താൽ മതി. കിർക്കിലാൻഡിൻ്റെ തന്നെയാണ് ഇത്. അത്യാവശ്യം ഇവിടെ ഉള്ളതിൽ വെച്ച് കുറച്ച് നല്ല ഇതാണ് കേട്ടോ. അപ്പം നമ്മളിത് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാനാണെങ്കിൽ എനിക്ക് HB ഒക്കെ ഇടയ്ക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് ഇവിടുന്ന് ഒരു പോമഗ്രാനൈറ്റിൻ്റെ ജ്യൂസ് ഉണ്ട്, അത് വാങ്ങിച്ചു തരും. അപ്പം അതും ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ കുപ്പി ഉണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അത് പക്ഷെ ഒരുപാടൊന്നും കുടിക്കല്ല കേട്ടോ. ഒരു ദിവസം ഒരു 100 ml 100 കുറവ് ml അത്രേ കുടിക്കാവൂ. അത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ കാവായി നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് ജ്യൂസ് ഫില്ല് ചെയ്യായിരുന്നു കേട്ടോ. അത് ഞാൻ മോക്ക് എടുത്തോണ്ട് വന്നേ, പക്ഷെ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് മിൻറ്റിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്, അത് അവൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതിനകത്ത് ആകെ ഞങ്ങൾ കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു സാധനം ഞാൻ വിട്ടുപോയായിരുന്നു. നമ്മുടെ ഒരു ടൈപ്പ് എന്താ പറഞ്ഞേ, അയ്യോ അതിൻ്റെ പേരെന്താ പറയുന്നത്, ഒരു ചിപ്സ് പോലത്തെ ഒരു ഐറ്റമാണ്. അത് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട്. ടൊട്ടില ചിപ്സ് ഒക്കെ ഇല്ലേ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അധികം വലിയ കാലോറി ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പം അതും കൂടെ ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ സൽസ പോലൊക്കെ ഡിപ്പൊക്കെ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ അവഗാഡോ ഒക്കെ വെച്ച് കഴിക്കാം. നല്ല ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഷോപ്പിംഗ് തീർന്നു കേട്ടോ. എത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം മിക്കവാറും എപ്പോൾ പോയാലും 100-150. കോസ്കോ ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എന്തോ കയ്യിലെന്തോ ഇരിക്കുന്നത്, ചോക്ലേറ്റ് അവിടുന്ന് വാങ്ങിച്ചാന്ന്. അപ്പം അത്രേ ഉള്ള ഇന്നത്തെ ഒരു വ്ളോഗ്. കോസ്കോ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വീക്കെൻഡ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം കേട്ടോ. താങ്ക് യു.